വരെയുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിക്കാം. യോനാ മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, ഞാൻ എന്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു, നീ എന്റെ നിലവിളി കേട്ടു. നീ എന്നെ സമുദ്രമധ്യേ ആഴത്തിൽ ഇട്ടുകളഞ്ഞു. പ്രവാഹം എന്റെ ചുറ്റും, നിന്റെ ഓടങ്ങളും തിരകളും എല്ലാം എന്റെ മീതെ കടന്നുപോയി. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു. എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഒരു സെക്കൻഡ് കൂടെ പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഈ വിശുദ്ധ സഭായോഗത്തിൽ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരും. അങ്ങയുടെ തിരു സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ കൃപ ചെയ്യണമേ. വചനത്തിൻ്റെ വാതിൽ എൻ്റെ ദൈവം തുറക്കും. കൃത്യമായി ഇടപെടണം. യേശുവിൻ നാമത്തിൽ തന്നെ. കരോ ശബ്ദമൂർത്തി ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്താട്ടെ. കർത്താവ് അനുഗ്രഹിക്കുക. യോനാ പ്രവചന പുസ്തകം വിവിധ നിലകളിൽ നമ്മൾ പഠിച്ചു. വിവിധ നിലകളിൽ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. എങ്കിലും നമുക്ക് ഒന്നും കൂടെ നമ്മുടെ ഒരു മാനസാന്തരത്തിനും മടങ്ങിവരവിനും ഒക്കെ ഈ വാക്യങ്ങൾ അല്ലെങ്കിൽ ഈ പ്രാർത്ഥനകൾ ഇടയാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. യോനാ പ്രവാചകൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകനാണ്. ദൈവശബ്ദം കേൾക്കുന്നയാളാണ്. ദൈവശബ്ദത്തിനനുസരിച്ച് ചലിക്കുന്നയാളുമായിരുന്നു. എന്നാൽ യോനാ പ്രവാചകനോട് ദൈവം ഇടപെട്ടു. അന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും സാമ്രാജ്യ ശക്തിയാണ് അസീറിയ. അതിൻ്റെ തലസ്ഥാനമാണ് നിനവെ. ആ നിനവേക്കാരോട് ദൂത് പറയാൻ ദൈവം ഇടപെട്ടു. എന്ന് പറഞ്ഞാൽ അവർ ക്രൂരന്മാരാണ്, അവർ സിംഹത്തെ പോലെ കടിച്ചു കീറുന്നവരാണ്. അവരോട് പോയി ദൂത് പറയാൻ യോനയോട് ദൈവം ഇടപെട്ടു. മാനസാന്തരപ്പെടണം എന്ന് ദൂത് പറയാൻ ദൈവം ഇടപെട്ടു. അപ്പോൾ അവരുടെ സ്വഭാവം അറിയുന്നത് കൊണ്ടും അവർ വിജാതീയരായതുകൊണ്ടും യോന മടിച്ചു. യോന പോകാതിരിക്കുന്നു. നിനവയിലേക്ക് പോകാൻ പറഞ്ഞു. അദ്ദേഹം തർശീസിലേക്ക് പോകുന്നു. ഇതാണ് 1-ാം അധ്യായത്തിൻ്റെ പ്രമേയം. 1-ാം അധ്യായത്തിൽ ഒത്തിരി സബ്ജക്റ്റ് ഉണ്ട്. മെയിൻ സബ്ജക്റ്റ് ഒരു പിന്മാറ്റക്കാരൻ്റെ നിമിത്തം, ഒരു പിന്മാറ്റക്കാരനായ യോന നിമിത്തം ഉണ്ടാകുന്ന തകർച്ചകളും അതിൻ്റെ പരാജയങ്ങളുമാണ് 1-ാം അധ്യായം. നമുക്കുള്ള ഒരു ആത്മീയ ദൂത് ഞാൻ അതിൻ്റെ അകത്തുനിന്ന് എടുത്തു പറയാം. പിന്മാറ്റം ജീവിതത്തിൽ വന്നാൽ ജീവിതം പരാജയപ്പെട്ടു പോകും. ക്രിസ്തീയ ജീവിതം നന്നായി കൊണ്ടുപോകാൻ പഠിക്കണം ദൈവമക്കൾ. പിന്മാറ്റക്കാരെ നിങ്ങൾ ബൈബിളിൻ്റെ ഉള്ളിൽ എടുത്തു പഠിച്ചാൽ അവർക്കൊന്നും പിന്മാറ്റത്തിൽ പോയത് നിമിത്തം ഒന്നിനു പുറകെ ഒന്നായി അവരുടെ ജീവിതത്തിൽ തകർച്ച നേരിട്ടു എന്നല്ലാതെ അവരുടെ ജീവിതത്തിൽ ഒരു ജയം കണ്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയത്തില്ല. 2 കൊരിന്ത്യർ 13:5 പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങൾ ശോധന ചെയ്യണം. വിശ്വാസികളോട് പൗലോസ്, കൊരിന്തിയിലെ വിശ്വാസികളോട് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയാം, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങൾ ശോധന ചെയ്യണം. നമ്മൾ കൃപയിലാണോ? നമ്മൾ വിശ്വാസത്തിലാണോ? ഇന്ന് കാഹളം ധ്വനിച്ചാൽ നമ്മൾ പോകുമോ? നമ്മൾ പിന്മാറ്റ അനുഭവത്തിലാണോ? നമ്മൾ ഓരോ ദിവസവും നമ്മൾ ശോധന ചെയ്യണം. ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെ? ദൈവമായിട്ടുള്ള നമ്മുടെ അഭേദ്യമായ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലാണോ നമ്മൾ നിൽക്കുന്നത്? ഒന്ന് ശോധന ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. സ്തോത്രം. യോന 1-ാം അധ്യായത്തിൽ ഒരു പിന്മാറ്റക്കാരനാണ്. ദൈവം പറഞ്ഞു, ആമേൻ, ദൂത് കൈമാറാൻ നിയോഗം കൊടുത്തു. നിനവയിൽ പോയി പ്രസംഗിക്കാൻ, മാനസാന്തര പ്രസംഗം, പ്രവചന ദൂതിൽ പ്രസംഗിക്കാൻ ഒരു നിയോഗം ദൈവം കൈമാറി. പക്ഷെ അവൻ ദൈവിക നിയോഗത്തിന് വിരോധമായി അവൻ ചലിച്ചു. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതം ദൈവിക നിയോഗത്തിന് വിരോധമായി ചലിക്കുന്നുണ്ടോ? പിന്മാറ്റ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടോ? 4 ഉദാഹരണം ഞാൻ വേഗത്തിൽ പറയാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്ന്, എമ്മൗസിലേക്ക് പോയ ആൾ, പോയ 2 പേർ. അവർ പോയത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ തർക്കവും വാദവും ഉണ്ടായത്. ദൈവം യെരുശലേമിൽ നിൽക്കാൻ പറഞ്ഞു. പക്ഷെ യെരുശലേം വിട്ട് അവർ മാറിയപ്പോൾ അവരുടെ ജീവിതത്തിൽ തർക്കവും വാദവും ഉണ്ടായി. അത് പിന്മാറ്റത്തിൻ്റെ ലക്ഷണമാണ്. 2ാമത്തെ ലക്ഷണം ഞാൻ ബൈബിൾ വീക്ഷണത്തിൽ പഠിച്ചാൽ, മുടിയനായ പുത്രനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇളയ പുത്രനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ, അപ്പൻ്റെ ഭവനത്തിൽ നിന്നും അവൻ പോകുന്ന സാഹചര്യം. അപ്പൻ്റെ ഭവനത്തിൽ അവൻ ഉള്ളപ്പോൾ അവൻ ഒരു കുറവുമില്ലായിരുന്നു. പക്ഷെ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് അവൻ പോയപ്പോൾ അവൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു. അവന് ആമീൻ ചെന്നിടത്തൊക്കെ ക്ഷാമമുണ്ടായി. അവൻ ചെന്നിടത്തൊക്കെ പരാജയമുണ്ടായി. എല്ലാം നഷ്ടപ്പെട്ട് പന്നിക്കുഴിയിൽ കിടക്കേണ്ട സ്ഥിതി വന്നു. അത് പിന്മാറ്റത്തിൻ്റെ
ലക്ഷണമാണ് ബൈബിൾ പഠിപ്പിക്കുന്നു. അപ്പൻ്റെ അടുത്തുള്ളപ്പോൾ മടങ്ങി വരുമ്പോൾ എല്ലാം മടക്കി കൊടുക്കുന്നുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ നിന്ന് പോകുമ്പോൾ അവൻ്റെ ജീവിതം പരാജയപ്പെടുകയാണ്. സ്തോത്രം. 3, യൂദയെ നിങ്ങൾ എടുത്തു പഠിക്ക്. ദൈവവുമായി ബന്ധത്തിൽ നിൽക്കുമ്പോൾ യൂദയ്ക്ക് ഒരു കുറവും ദൈവം വരുത്തിയില്ല. ദൈവം അവനെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്നു, ചേർത്ത് പിടിച്ചിരുന്നു. പക്ഷെ അവൻ പിന്മാറിപ്പോയപ്പോൾ അവൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ആമേൻ. ഇന്നും യൂദയെ പ്രസംഗിക്കുന്നതിൻ്റെ പിന്നിലെ കാരണം ഒരു അനുഗ്രഹത്തിൻ്റെ ദൂതല്ല, പിന്മാറ്റത്തിൻ്റെ ദൂതാണ് യൂദയിലൂടെ വെളിപ്പെട്ടു വരുന്നത്. ദൈവസന്നിധി അകന്നാൽ ആമേൻ മരണം വരെ സംഭവിക്കാം, ആത്മഹത്യ വരെ സംഭവിക്കാം എന്ന് യൂദ നമ്മളെ പഠിപ്പിക്കുന്നു. ഇവിടെ 4 യോനയെ എടുത്തു പഠിപ്പിക്കുകയാണ്. ദൈവിക നിയോഗത്തിൽ നിന്ന് യോന മാറിയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ നടക്കുന്ന 4 പരാജയങ്ങൾ. അതാണ് 1-ാം അധ്യായം. അവൻ ദൈവിക നിയോഗത്തിന് മാറി തർശീസിലേക്ക് കപ്പൽ കയറുന്നു. അവൻ്റെ പണവും ധനവും എല്ലാം നഷ്ടപ്പെടുകയാണ്. സ്തോത്രം. സമാധാനം നഷ്ടപ്പെട്ടു. കിടന്നുറങ്ങുന്നുണ്ടത് സമാധാനം കൊണ്ടുണ്ടോ ഉറക്കമല്ല. ആമേൻ. സമാധാനം നഷ്ടപ്പെട്ടവൻ്റെ ഉറക്കമാ കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്നത്. സ്തോത്രം. അത് 4 പോയിന്റായിട്ടാണ് ഞാൻ എഴുതിയേക്കുന്നത്. 1, അവൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു. ആമേൻ. കാരണം കാറ്റും തിരയും കോളും എല്ലാം അവിടെ വരികയല്ലേ, എല്ലാ പ്രശ്നം വരികയാണ്. അവൻ കപ്പലിൻ്റെ അടിത്തട്ടിൽ പോയി കിടക്കുകയാണ്. നിരാശ ജീവിതത്തിൽ വന്നതിൻ്റെ കിടപ്പാണത്. ദൈവസന്നിധി, ദൈവിക നിയോഗം നഷ്ടപ്പെട്ട നിരാശ കയറും. ആമേൻ. കിടക്കും, എണീക്കാൻ തോന്നത്തില്ല. ആമേൻ. പുറത്തു വരാൻ തോന്നത്തില്ല. എന്തെങ്കിലും ചെയ്യാൻ തോന്നാതിരിക്കുന്ന അവസ്ഥ, ഒന്ന് സ്വോത്രം പോലും പറയാൻ പറ്റാതെ ആമേൻ വീട്ടിൽ നിരാശപ്പെട്ട് കിടക്കുന്ന പോലെ അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പിന്മാറ്റത്തിൻ്റെ ലക്ഷണമാണ്. മടങ്ങി വരിക. 2-ാമത്തെ ലക്ഷണം എന്നാണെന്നറിയാവോ? ആമീൻ. നീ പിന്മാറ്റമാണെങ്കിൽ നിന്റെ വീട്ടിലുള്ളവർക്കെല്ലാം സമാധാനക്കേടായിരിക്കും. ഒരു പിന്മാറ്റക്കാരൻ ഒരു സഭയിലുണ്ടെങ്കിൽ ആ സഭയിൽ സമാധാനക്കേടുണ്ടാവും. ഒരു പിന്മാറ്റക്കാരൻ എവിടെയെങ്കിലും ആരുടെങ്കിലും നടുവിലുണ്ടെങ്കിൽ അവൻ ഒരു ഭാരമായി തീരും, അല്ലേ? ആ കപ്പൽ നന്നായി പോയിക്കൊണ്ടിരിക്കുക, പക്ഷേ അവൻ കൂലി കൊടുത്ത് അവിടെ കയറി, ആ കപ്പലിൽ കയറിയപ്പം തുടങ്ങി പ്രശ്നം. സ്തോത്രം. നന്നായി പോയ കപ്പല, പക്ഷേ ദൈവത്താൽ വെളിപ്പെട്ടു വരുന്ന കാറ്റ്, ദൈവത്താൽ വെളിപ്പെട്ടു വരുന്ന ഓളങ്ങൾ, തിരകൾ, പ്രശ്നങ്ങൾ, അവരുടെ ചരക്ക് മുഴുവൻ നഷ്ടപ്പെട്ടു. ആ കപ്പലിലുള്ളവരെല്ലാം മരണഭയത്തിലായി. ഇതിൻ്റെ പിന്നിലെ കാരണം എന്താ? ഒരു പിന്മാറ്റക്കാരൻ ആ കപ്പലിൽ ഉള്ളത് കൊണ്ടാണ്. ദൈവമക്കളെ, നീ ദൈവവുമായി ബന്ധമില്ലാത്തവനാണെങ്കിൽ നീ നിമിത്തം കുടുംബങ്ങളിൽ പ്രശ്നം വരാം, നീ നിമിത്തം കപ്പലിൽ പ്രശ്നം വരാം, നീ കയറുന്നിടത്ത് പ്രശ്നം വരാം. പിന്മാറ്റങ്ങൾ ഉപേക്ഷിക്ക്, മാനസാന്തരപ്പെട്ട് മടങ്ങി വാ. സ്തോത്രം. അവരുടെ ചരക്കെല്ലാം നഷ്ടപ്പെട്ടു. വിലപിടിപ്പുള്ള ചരക്ക് കപ്പല, അതെല്ലാം എറിഞ്ഞു കളയേണ്ടി വന്നു. ആ കപ്പൽ തകർന്നു. ആ കപ്പൽ മുഴുവൻ ആടി ഉലഞ്ഞു. അതിൻ്റെ പിന്നിൽ ഒറ്റ വ്യക്തിയാ, ഒറ്റ പിന്മാറ്റക്കാരനാ. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് എന്തെങ്കിലും അണുവിട വ്യത്യാസം വന്നാൽ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു, മടങ്ങി വന്ന് പ്രാർത്ഥിക്ക്. ആമേൻ. ചില കാറ്റുകൾ ദൈവം നിർത്തൽ ചെയ്യട്ടെ, ചില പ്രതിസന്ധികൾ മാറട്ടെ, ചില നന്മകൾ നഷ്ടപ്പെട്ടത് മടങ്ങി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ബൈബിൾ പറയുന്നത്, നീ ഒരു അനുഗ്രഹമാണെങ്കിൽ നിന്നെ അനുഗ്രഹിക്കുന്നവനും അനുഗ്രഹിക്കപ്പെടും. നീ ഒരു അനുഗ്രഹമാണെങ്കിൽ നീ ചെല്ലുന്ന ഭവനവും അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. നീ ഒരു പിന്മാറ്റക്കാരനാണെങ്കിൽ നീ ചെല്ലുന്നിടത്ത് പ്രശ്നമാ, നീ ഒരു ഭാരമാ, നീ ചെല്ലുന്നിടത്തെല്ലാം വിഷയമാ. പക്ഷെ പിന്മാറ്റം ഉപേക്ഷിച്ച് നീ ഒരു അനുഗ്രഹിക്കപ്പെട്ടവനാണെങ്കിൽ, ഒറ്റ ഒരു അനുഗ്രഹിക്കപ്പെട്ടവൻ ഒരു ഭവനത്തിൽ വന്നാൽ മതി, അവൻ നിമിത്തം ആ ഭവനം അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. നല്ല ഒരാള്, അനുഗ്രഹമുള്ള ഒരാൾ ഒരു സഭയിൽ വന്നാൽ ആ സഭ, ആ വ്യക്തി നിമിത്തം അനുഗ്രഹിക്കപ്പെടും. ഇതൊക്കെ കറക്റ്റായ കാര്യമാണ്. ഞാൻ ദൈവത്തെ പിന്മാറ്റം ഉപേക്ഷിക്കുക. 3-ാമത്തെ പോയിന്റ് എന്നറിയോ? പ്രകൃതിക്ക് വ്യത്യാസം ഉണ്ടായി. പ്രകൃതി കോപിച്ചു പിന്മാറ്റക്കാരൻ നിമിത്തം. ആമീൻ. 4-ാമത് അവിടെ പറയുന്നത്, ആമീൻ, ഇവൻ മാത്രം ഒറ്റപ്പെട്ട് കിടക്കുക. പിന്മാറ്റക്കാരൻ ആരോട് ഒരു കൂട്ടുകെട്ടോ ഒന്നുമില്ല, അവൻ ഒറ്റയ്ക്ക് കിടക്കുക. നീ ഒറ്റപ്പെട്ടു പോകും കേട്ടോ. എവിടെ പോയാലും നീ ഒറ്റപ്പെട്ടു പോകും. ഒരാൾ പോലും നിനക്ക് അനുകൂലം കാണത്തില്ല. സ്തോത്രം. ഇതെല്ലാം 1-ാം അധ്യായത്തിൽ കാണുന്ന വിഷയമാണ്. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി.
ദൈവിക നിയോഗത്തിൽ നിന്ന് മാറരുതേ, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറരുതേ, ദൈവികമായ ബന്ധത്തിൽ നിന്ന് മാറരുതേ. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോയപ്പോൾ അവൻ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ടു. അവനെ അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. കാരണം ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പോയതാ. നീ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പോകരുത്. എപ്പോഴും ദൈവ സാന്നിധ്യത്തിന്റെ അകത്തിരിപ്പാൻ ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യമൊക്കെ വളരെ സന്തോഷമായിരിക്കും, കൂട്ടുകാർ കാണും, നിന്റെ ഈ പണം ഉള്ളിടത്തോളം കാലം കൂട്ടുകാർ കാണും. പക്ഷേ ഉണ്ടല്ലോ, ഇതെല്ലാം നഷ്ടപ്പെടുമ്പോൾ എല്ലാവരും നിന്നെ കറിവേപ്പില പോലെ ഒറ്റപ്പെടുത്തും. പക്ഷെ ഇത് മനസ്സിലായ യോന, നിങ്ങൾ ശ്രദ്ധിച്ച 1-ാം അധ്യായത്തിൽ യോന നിമിത്തമായി ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് യോന തന്നെ പറഞ്ഞു, ഞാൻ പിന്മാറ്റക്കാരനാ, എന്നെ പിടിച്ച് അങ്ങോട്ട് ഇട്ടോ, കടലിലേക്ക് ഇട്ടോളാൻ പറഞ്ഞു. അതവരെല്ലാം പിടിച്ച് കടലിലിട്ടു. അവിടെ ദൈവം കൽപ്പിച്ചാക്കിയ ഒരു മഹാമത്സ്യം യോനയെ വിഴുങ്ങി. അങ്ങനെ കടലാനയുടെ വയറ്റിൽ, അല്ലെങ്കിൽ പാതാളത്തിൻ്റെ വയറ്റിൽ യോന ഒറ്റപ്പെട്ടു. പിന്മാറ്റക്കാരൻ ഒറ്റപ്പെട്ടു. 3 ദിവസം രാവെന്നോ പകലെന്നോ അറിയാതെ ഇരുട്ട് മാത്രം, ഒറ്റയ്ക്ക്. അവിടെ ഒരു കൂട്ടുകാരനില്ല, ഒറ്റയ്ക്ക്. പ്രത്യാശയെല്ലാം നഷ്ടപ്പെട്ട് മരണം മാത്രം മുന്നിൽ കണ്ട് യോന കിടക്കുക. അതാണ് 2-ാം അധ്യായം. അവിടെ വെച്ച് അവനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ച കുറിവാക്യം. ദൈവമക്കളോട് ഞാൻ വളരെ ചിന്താധീനമായി പറയാം, നീ ഏത് സാഹചര്യത്തിലാണെങ്കിലും, ഒത്തിരി അകന്നാ നീ ഇരിക്കുന്നെങ്കിലും, ഇപ്പോൾ നീ ഒന്ന് മടങ്ങി വന്ന് പ്രാർത്ഥിച്ചാൽ നിന്നോട് കൃപ കാണിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നോട് ഇടപെടുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ നഷ്ടപ്പെട്ട നിയോഗം മടക്കി തരുന്ന ദൈവമുണ്ട്, നഷ്ടപ്പെട്ട ശുശ്രൂഷ മടക്കി തരുന്ന ദൈവമുണ്ട്, നിന്റെ നാവിൽ പുതിയ പ്രവചനം തരുന്ന ദൈവമുണ്ട്, നഷ്ടപ്പെട്ട കൃപാവരങ്ങൾ മടക്കി തരുന്ന ഒരു ദൈവമുണ്ട്. പരിശുദ്ധാത്മാവ് ചിലരോട് പറയുക, ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിക്ക്, അകൽച്ചകൾ മാറട്ടെ, ദൈവമേ കുറവുകളുണ്ട്, എന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. അവനെ കരത്തിനടുത്ത് ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തത. ഹല്ലേലൂയ. ചില സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റത്തില്ല, ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പോലും പറ്റത്തില്ല. കാരണം നമ്മുടെ പ്രാർത്ഥന കുറവാ. സ്തോത്രം. എണീക്കാൻ തോന്നത്തില്ല, കിടക്കാൻ തന്നെ തോന്നും. പ്രാർത്ഥന കുറവാ. ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ നമ്മളൊന്നുമില്ല ദൈവമക്കളെ, ബിഗ് സീറോയാ. പക്ഷെ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലുണ്ടല്ലോ, മണിക്കൂറുകൾ പോകുന്ന അറിയത്തില്ല പ്രാർത്ഥിക്കാൻ. ആമേൻ, ആമേൻ, ആമേൻ. യോനയ്ക്ക് കാര്യം മനസ്സിലായി. ഏത് സാഹചര്യത്തിലും മുട്ടുകുത്തിയ ഇറങ്ങുന്ന ഒരു ദൈവ സാന്നിധ്യം കണ്ടോ. പാതാളത്തിന്റെ വയറ്റിൽ, അല്ലെങ്കിൽ നീലത്തിമംഗലത്തിന്റെ വയറ്റിൽ അകത്തിരുത്തി, ആ കഷ്ടതയിൽ ഇരുത്തി ദൈവം പ്രാർത്ഥിപ്പിച്ചു. ചില കഷ്ടത എന്തിനാണെന്നറിയാവോ? പ്രാർത്ഥിക്കാനാണ്. ചില കഷ്ടത എന്താണെന്നറിയാം? ഈ കൂരിരുട്ട, വെളിച്ചമില്ല, കൂട്ടുകാരില്ല, കൂടെ പ്രാർത്ഥിക്കാൻ ആരുമില്ല, ഒറ്റയ്ക്കിരിക്കുക. പക്ഷെ നിങ്ങളോട് ഞാൻ പറയാം, ഈ സാഹചര്യത്തിലൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോ. ദൈവം നിന്നോട് കൃപ കാണിക്കും, ദൈവം ഇടപെടും, നിന്റെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരും, ദൈവം മടക്കി തരും, ഉപയോഗിക്കും, ദൈവം ശക്തമായി കരുത്തിലെടുക്കും. സ്തോത്രം. കയറി ഇരുന്നങ്ങ് പ്രാർത്ഥിക്കണം, കൃപ ചെയ്യുവോളം പ്രാർത്ഥിക്കണം. അതിലൊരു പ്രത്യേക വാക്യം എൻ്റെ ഉള്ളിൽ ഇടപെട്ടിട്ടുണ്ട്, അത് തൊട്ട് നമ്മൾ പ്രാർത്ഥിക്കും അവസാനം. ഇതാണ് 2-ാം അധ്യായം, യോനയുടെ മാനസാന്തരം. 2-ാം അധ്യായം, പ്രാർത്ഥനയും മാനസാന്തരവും മടങ്ങി വരും. 3-ാം അധ്യായം യോനയുടെ പ്രസംഗം, മാനസാന്തരപ്പെട്ടവന്റെ പ്രസംഗമാണ്. സ്തോത്രം. ഒറ്റ പ്രസംഗം. എവിടെയാ പ്രസംഗിക്കുന്നേ? നിനവ പട്ടണത്തിൽ പോയി ദൈവം പറഞ്ഞു പ്രസംഗിക്കാൻ. അദ്ദേഹം ഒരു ദിവസം വഴിദൂരെ യാത്ര പോയി പ്രസംഗിച്ചു. ഒറ്റ പ്രസംഗമേ ഉള്ളൂ. 8 വാചകങ്ങളുണ്ട് ആ പ്രസംഗത്തിനകത്ത്, 8 വാക്കുകൾ. സ്തോത്രം. നിങ്ങൾ 40 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യും? ഈ പട്ടണത്തെ ദൈവം നശിപ്പിക്കാൻ പോകും. ഒറ്റ പ്രസംഗം. നമ്മളെപ്പോലെ പോയിന്റ് ഇല്ല, ഒന്നുമില്ല. ദൈവം നശിപ്പിക്കാൻ പോകും. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നശിപ്പിക്കും. 40 ദിവസം ഡേറ്റ് ഇട്ട് പ്രവചനം. ഈ പ്രസംഗം കേട്ടപ്പോൾ യോന വിചാരിച്ചത് ഒറ്റ ഒരെണ്ണം കൊടപ്പെടത്തില്ലെന്നാ. പക്ഷെ ആ പട്ടണത്തിൽ ആകെ 1,20,000 പേരേ ഉള്ളൂ. ആ 1,20,000 പേരും ആ പ്രസംഗത്തിൽ മാനസാന്തരപ്പെട്ടു. ഇതുപോലെ ബൈബിൾ ചരിത്രത്തിൽ വേറെ ഒറ്റ
ഒറ്റ ഒരാളുടെ പ്രസംഗത്തിലും ഇതുപോലെ ഒരു മാനസാന്തരം നടന്നിട്ടില്ല ബൈബിൾ ചരിത്രത്തിൽ. പിന്നെ പുതിയ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, യോനയേക്കാൾ വലിയവൻ നമ്മുടെ യേശു. ഇന്ന് മാനസാന്തരം നടന്നുകൊണ്ടിരിക്കുക യേശുവിൻ്റെ പ്രസംഗം കേട്ടില്ലേ? അതല്ല, ബൈബിൾ ചരിത്രത്തിൽ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടതുപോലെ വേറെ ഒറ്റ ഒരാൾ ഇതുപോലെ മാനസാന്തരപ്പെട്ടിട്ടില്ല. പത്രോസിന്റെ പ്രസംഗത്തിൽ 3000 പേര് മുങ്ങി പൊങ്ങിയിട്ടുണ്ട്, മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. പൗലോസിന്റെ പ്രസംഗത്തിലും പട്ടണത്തിൽ പല വിടുതലുകൾ നടന്നിട്ടുണ്ട്. കൊർന്നല്യോസിന്റെ വീട്ടിലുള്ള പ്രസംഗത്തിൽ കൊർന്നല്യോസും കുടുംബവും അവിടെ ഉള്ളവരെല്ലാം മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു ദേശം മുഴുവൻ, ഒരു രാജ്യം മുഴുവൻ ഒരു ഭക്തന്റെ പ്രസംഗത്താൽ 1,20,000 പേര് മാനസാന്തരപ്പെട്ടെങ്കിൽ നീ പിന്മാറ്റം ഉപേക്ഷിച്ചൊന്ന് മടങ്ങി വന്നാൽ നിന്നെ ശക്തമായി കരുത്തിലെടുക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഒറ്റ പ്രസംഗത്താൽ ആത്മാക്കളെ വിടുക ഇരട്ടിയായി ഉപയോഗിക്കും. ഏറ്റുപറഞ്ഞ് മടങ്ങി വാ, ഇരട്ടിയായി ഉപയോഗിക്കും. ഇരട്ടി അഭിഷേകത്തോടെ ഉപയോഗിക്കും, ഇരട്ടി കൃപയോടെ ഉപയോഗിക്കും. ആരോഗ്യമോ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇപ്പോൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ഇരട്ടി അഭിഷേകത്തോടെ. യേശുവിന്റെ നാമത്തിൽ അത്ര ഡീപ്പായിട്ടുള്ള മാനസാന്തരമായിരുന്നു ഒറ്റ പ്രസംഗം. പ്രസംഗത്തിന്റെ തലങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. യോഹനയുടെ പ്രസംഗം, ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ നടന്ന വിടുതലുകൾ എന്താണെന്നറിയോ? രാജാവ് എന്ത് ചെയ്തു? സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി, ചാക്കുശീല ഉടുത്തു, രട്ടുടുത്തു, വെണ്ണീർ ചാരത്തിലിരുന്നു. എന്നിട്ട് രാജാവ് ഒരു കൽപ്പന പറഞ്ഞു, മൃഗം തൊട്ട് എല്ലാവരും 3 ദിവസം ഉപവാസം ഇരിക്കണം. അപ്പൊ ഈ ഉപവാസം ഇരിക്കാനുള്ള നിയോഗം എവിടെ നിന്ന് വന്നു? ഒരു ദൈവദാസന്റെ പ്രസംഗം, യോനയുടെ പ്രസംഗം. യോനയുടെ പ്രസംഗം കേട്ടപ്പം അവർക്കൊരു നിയോഗം, ഉപവാസം ഇരിക്കണം. യോനയുടെ പ്രസംഗം കേട്ടപ്പം അവർ 3 ദിവസം ഫാസ്റ്റിംഗ് പ്രഖ്യാപിച്ചു. യോനയുടെ പ്രസംഗം കേട്ടപ്പോൾ ഹൃദയത്തിൽ കുത്തുകൊണ്ട് മാനസാന്തരപ്പെട്ടു. അവർ മടങ്ങി വന്നു, ദൈവപ്രവർത്തി നടന്നു. ദൈവം വരുത്താൻ വേണ്ടി ഇരുത്തിയ ന്യായവിധി മാറിപ്പോയി. ദൈവമക്കളെ, ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, ശരിക്കും ഒന്ന് കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ നിന്റെ കുടുംബത്തിൽ വരേണ്ട ചില അനർത്ഥങ്ങൾ, ചില ന്യായവിധികളെ എന്റെ ദൈവം വഴിമാറ്റിവിടും. ചില സംഹാര ദൂരൻ വഴിമാറട്ടെ, ചില അനർത്ഥങ്ങൾ വഴിമാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ദൈവമക്കളെ, ശരിക്കുമുള്ള മാനസാന്തരം ഉപവാസത്തിലേക്ക് നടത്തും. ശരിക്കുമുള്ള ഉപവാസം ന്യായവിധി മാറ്റിയിരിക്കും. ശരിക്കുമുള്ള ഉപവാസം, ശരിക്കുമുള്ള പ്രാർത്ഥന, ശരിക്കുമുള്ള താഴ്മ, ഒന്നിച്ചുള്ള ഉപവാസം, ഇതൊക്കെ ന്യായവിധികൾ വഴിമാറിപ്പോയിരിക്കും. അനർത്ഥങ്ങൾ മാറും, ദൈവപ്രവൃത്തി നടക്കും. എനിക്കറിയാവുന്ന ഒരു സംഭവം ഞാൻ പറയാം. ഒരു മാരകമായ അസുഖം പിടിക്കപ്പെട്ട ഒരു സഹോദരൻ TPM ചർച്ചിലുള്ള, അപ്പം അദ്ദേഹം ബഹറിലായിരുന്ന സമയത്താണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, പറയാൻ പറ്റാത്ത സ്ഥലത്തൊരു വിഷയമാണ്, രഹസ്യ സ്ഥലത്തൊരു പ്രശ്നമാണ്, പാസ്റ്റർ ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ മരിക്കത്തക്ക രോഗം വന്ന് ഹിസ്കിയ രാജാവിനെ പോലെയുള്ള വിഷയമാണ്. അപ്പം അത് പുള്ളി ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു മേജർ ഓപ്പറേഷൻ ചെയ്യണം. അപ്പം അങ്ങനെ ഒരു സാഹചര്യമാണ്, ഏത് സമയത്തും എന്ത് സംഭവിക്കാം. അപ്പം ആ സഹോദരനോട് പറയാം, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കാം, ഇടിവിൽ നിൽക്കാം, കരയാം, ധൈര്യത്തോടെ ഇരിക്കുക, എൻ്റെ പേഴ്സണൽ പറയിൽ ഞാൻ വിഷയം വെച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അവരവരുടെ മൂപ്പനോടൊക്കെ അവരും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഈ സഹോദരന് വയ്യ, ഉപവാസം ഇരിക്കാൻ വയ്യ, മരുന്ന് കഴിക്കണം, അപ്പോൾ ഉപവാസം ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്തായാലും 3 ദിവസം പൂർണ്ണമായി മരുന്ന് മാറ്റിവെച്ച് വയ്യാതിരിക്കുന്ന മനുഷ്യൻ ഫാസ്റ്റിങ്ങിരുന്നു. ഇപ്പം എൻ്റെ അടുത്ത് വന്ന സമയത്തൊക്കെ ആ സഹോദരൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്ന തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പാസ്റ്ററെ, എൻ്റെ കുറവുകൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് എനിക്കറിയാം, ഞാൻ ദൈവത്തിൽ നിന്ന് അകലം വിട്ട് അനുഗമിച്ചതാ,
ദൈവ വഴി വിട്ട് മാറിപ്പോയതാ, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി ഞാൻ ഇതൊന്നും ചെയ്യത്തില്ല, എൻ്റെ തെറ്റുകൾ എനിക്കറിയാവുന്നൊക്കെ പറഞ്ഞ് എന്നോട് പദം പറഞ്ഞ് എന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്നത്, ഇനി ഞാൻ ചെയ്യത്തില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കുക, ശക്തമായിട്ട് പ്രാർത്ഥിക്കുക, ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞ് ബലപ്പെടുത്തി വിട്ടു. പക്ഷേ ഈ സഹോദരൻ പോയി ഒരു 3 ദിവസം ഫാസ്റ്റിംഗ് ഇരുന്നു, കുടുംബമായിട്ട് പോയിരുന്ന് കരഞ്ഞു. നിങ്ങൾക്കറിയാവോ, 3-ാമത്തെ ദിവസം അദ്ദേഹത്തിന് ഹീലായി, സൗഖ്യമായി. പറയാൻ പറ്റാത്തൊരു സ്ഥലത്താണ് ഒരു വിഷയം. പക്ഷെ ആ വിഷയം, ആ മുറിവ് ഉണങ്ങി. 1-ാമത്തെ ദിവസം തന്നെ പഴുത്ത് പൊട്ടിപ്പോയി ചിലത്. 2-ാമത്തെ ദിവസം ആയപ്പോഴേക്ക് ഒരു വാട്ടം ഉണ്ടായി. 3-ാമത്തെ ദിവസം പോയി ചെക്ക് ചെയ്തപ്പം അത് ഹീലായി എന്ന് അവർ പറഞ്ഞ്. അപ്പൊ ഇതിൻ്റെ ഇടയിൽ ഉപവാസം ഇരുന്നാ ഉണ്ടല്ലോ, വലിയ സൗഖ്യങ്ങൾ നടക്കും. നിനക്ക് പുറത്താരോടും പറയാൻ പറ്റാത്ത വിഷയമാണെങ്കിൽ പോലും നിന്റെ കുറവുകൾ നീ ഏറ്റു പറഞ്ഞൊന്ന് ഉപവാസം ഇരുന്നൊന്ന് കരഞ്ഞ് ന്യായവിധികൾ വഴിമാറും. മുടങ്ങിക്കിടക്കുന്ന നന്മകൾ മടങ്ങി വരും. ദൈവപ്രവൃത്തി നടക്കും. നിനവേ പട്ടണത്തിൽ ഒരു ഉണർവ് നടന്നെങ്കിൽ ഈ പത്തനംതിട്ട ദേശത്ത് ഒരു ഉണർവിനായി ദൈവപ്രവൃത്തിക്കായി സഭ ആത്മാവിൽ പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അതാണ് 3-ാം അധ്യായം. നിനവേ പട്ടണം, ഒറ്റ ഒരു പ്രസംഗം, മാനസാന്തരപ്പെട്ടവന്റെ ഒറ്റ പ്രസംഗം. ഒരു പട്ടണം മുഴുവൻ 1,20,000 പേര് മാനസാന്തരപ്പെട്ടു. ഏറ്റവും വലിയ മാനസാന്തരം, കൂട്ട മാനസാന്തരം. നമ്മുടെ സഭ, നമ്മുടെ ഈ ദേശം കൂട്ട മാനസാന്തരത്തിലേക്ക്, മടങ്ങിവരവിലേക്ക് ഒക്കെ മടങ്ങി വരട്ടെ. സ്തോത്രം. 4-ാം അധ്യായം യോനയ്ക്ക് നൽകുന്ന ആത്മീയ പാഠമാണ്. ശരിക്കും ദൈവം ചിലപ്പോൾ നമ്മളെ ചിലത് പഠിപ്പിക്കുമോ? ദൈവം പഠിപ്പിക്കും. ദൈവം ഒരു ആവണക്ക് നട്ടുണ്ടാക്കി. യോന കുടിൽ കെട്ടിയപ്പം ആ കുടിലിൻ്റെ മുകളിൽ ഈ ആവണക്ക് ഇങ്ങനെ പടർന്ന് പിടിച്ചു. അപ്പം മരുഭൂമിയാ, ഭയങ്കര ചൂടാ. അപ്പം ഈ ചൂടിൻ്റെ സമയത്ത് നല്ല തണൽ, നല്ല ആശ്വാസം. അപ്പം ഈ നല്ല ആശ്വാസം യോനയ്ക്ക് കിട്ടിയപ്പം യോന ആശ്വാസം കൊണ്ട് സന്തോഷിച്ച് പട്ടണത്തിൻ്റെ പുറത്ത്, നഗരത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പം ദൈവം എന്ത് ചെയ്തു? ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി. ഈ പുഴു വന്നിട്ട് ആവണക്കിട്ട് ഒറ്റ കുത്ത്. ആ ആവണക്ക് എന്ത് ചെയ്തു? ഒറ്റ രാത്രി കൊണ്ട് അത് കരിഞ്ഞുണങ്ങിപ്പോയി. അന്നേരം വീണ്ടും കിഴക്കൻ കാറ്റ് ദൈവം അടുപ്പിച്ചു. ആ കാറ്റ് വന്നപ്പം ഇതെല്ലാം കരിഞ്ഞുണങ്ങി. അന്നേരം യോനയ്ക്ക് ദേഷ്യം. സ്തോത്രം. ഒന്ന് മാനസാന്തരപ്പെട്ട് കയറി വന്നതേ ഉള്ളൂ, പിന്നെ ദേഷ്യ ദൈവത്തോട്. അപ്പം ദൈവം അന്നേരം യോനയോട് പറയാ, എടാ, ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടായി, ഒറ്റ രാത്രി കൊണ്ട് നശിച്ച ഈ ആവണക്കിനെ കുറിച്ച് നിനക്ക് ഇത്ര വേവലാതി ഉണ്ടെങ്കിൽ, ഇടം കൈയും വലം കൈയും അറിയാത്ത ഒരു കൂട്ടം ജനം അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട എനിക്ക് എത്രമാത്രം കരുണ തോന്നും. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ ഇടം കൈയെന്നോ വലം കൈയെന്നോ അറിയാതെ തൻ്റെ മക്കൾ, അല്ലെങ്കിൽ ഈ നിനവ പുറംജാതിയിൽപ്പെട്ടവർ മാനസാന്തരപ്പെട്ടവൻ ദൈവം ഒറ്റ വിടുതൽ അയച്ചെങ്കിൽ, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഒരു ഏറ്റു പറഞ്ഞൊന്നൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ എത്ര മാത്രം ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. ഹല്ലേലൂയ. അതിനുള്ളിൽ ഈ 4-ാം അധ്യായത്തിൽ യോന പറയുന്നുണ്ട്, ദൈവമേ, എനിക്കറിയാം നീ ദയയും കരുണയും ദീർഘക്ഷമയും ഉള്ള ദൈവമാണ്. അവർ കരയുമ്പോൾ നീ എന്ത് ചെയ്യും? നീ പ്രവർത്തിക്കുമെന്ന് എനിക്കറിയാം. ദൈവത്തിൻ്റെ സ്വഭാവം മൊത്തം പറയുന്നത് അവിടെ. ദൈവം കരുണയും ദൈവമുള്ള, കരയുമ്പം ഏത് വിഷയത്തിലും ഇരുന്ന് കരഞ്ഞ അന്നേരം ദൈവം പ്രവർത്തിക്കുമെന്ന് എനിക്കറിയാം. അപ്പം യോനയ്ക്ക് ഇത് നേരത്തെ അറിയാം. ഞാൻ പോയി പ്രസംഗിക്കുമ്പോൾ അവർ മാനസാന്തരപ്പെടും, അന്നേരം ദൈവം ന്യായവിധി മാറ്റുമെന്ന് ആർക്കറിയാം? യോനയ്ക്കറിയാം. അതുകൊണ്ടാണ് യോന പോകാത്തെ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്കറിയാമോ അത്? ഞാനിപ്പം പറഞ്ഞ കാര്യം നിങ്ങൾക്കറിയാമോ? ഒന്ന് കരയുമ്പം ദൈവം കരുണ കാണിച്ച് വിടുതൽ തരുമെന്നുള്ളത് നിങ്ങൾക്കറിയാവോ? ഇതിനുള്ളിൽ പ്രശ്നം എന്തെന്നറിയാം, നമുക്കിതറിയത്തില്ല. യോനയ്ക്കറിയാം. എന്തറിയാം? ദൈവം കരുണയും ദയയും ദീർഘക്ഷമയും ഉള്ള ദൈവമാണ്. ദൈവം ക്ഷമിക്കുമെന്നറിയാം. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ദൈവത്തെ നിങ്ങൾ അറിയുന്നുണ്ടോ? ഒന്ന് കരഞ്ഞാൽ ഇറങ്ങുന്ന ഒരു ദൈവം, ഒന്ന് കരഞ്ഞാൽ പ്രവർത്തിക്കുന്ന ദൈവം, ഒന്ന് പ്രാർത്ഥിച്ചാൽ ക്ഷമിക്കുന്ന ഒരു ദൈവം, ദീർഘക്ഷമയുള്ള ഒരു ദൈവം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ദൈവത്തെ അറിയാൻ ഉത്സാഹിക്കുക. ആമേൻ. ഇതാണ് 4 അധ്യായം.
അതിൻ്റെ ഉള്ളിൽ 2-ാം അധ്യായത്തിൽ യോന പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആ പ്രാർത്ഥനയുടെ 4-ാം വാക്യം പറയാം. 4-ാം വാക്യം മാത്രം ഒന്ന് ശബ്ദം ഉയർത്തിക്കും. നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു, എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കും. ഈ പദം വളരെ ഹാർട്ട് ടച്ചിങ്ങാ, നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതാ. എന്നാണെന്നറിയോ? ദൈവമേ, നിന്നെ ഞാൻ നോക്കിക്കൊണ്ടേയിരിക്കും. ഞാൻ 2-3 ഭക്തന്മാരെ ഒന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാം. ദൈവത്തെ നോക്കിക്കൊണ്ടേയിരിക്കുക, ആ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കുക. നോക്കാൻ പറ്റിയൊരു മുഖം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുഖമേ ഉള്ളൂ, ഇല്ലേ? അപ്പോൾ യോന പറയാ, എല്ലാം നഷ്ടു, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. പക്ഷെ ഇരുട്ടറയ്ക്കകത്താണ് ഞാൻ കിടക്കുന്നത്. പക്ഷെ എങ്കിലും എനിക്കൊരു പ്രതീക്ഷയുണ്ട്, നിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കും, ദൈവമുഖത്തേക്ക് ഞാൻ നോക്കും. ഒരു 4 വ്യക്തികൾ ദൈവമുഖത്തേക്ക് നോക്കി വിടിവിച്ച വിധങ്ങൾ ഞാൻ എടുത്തു പറയട്ടെ. സ്തോത്രം. ഒന്ന് നോക്കിയാട്ടെ. നിങ്ങൾ 2 രാജാക്കന്മാരുടെ പുസ്തകം എടുത്ത 2 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 19-ാം അധ്യായം. 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 14 തൊട്ടുള്ള വാക്യം ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയാണ്. ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്തുവാക്കി വായിച്ചു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിൽ ചെന്ന് യഹോവയുടെ സന്നിധിയിൽ അത് വിടർത്തി, ദൈവസന്നിധിയിൽ അത് വിടർത്തി. ഹിസ്കിയാവ് യഹോവയുടെ മുമ്പാകെ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ദൈവത്തിന്റെ മുമ്പാകെ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാ, കെരൂബുകൾക്ക് മീതെ അധിവസിക്കുന്ന. മതി. ഹിസ്കിയാവ് പ്രാർത്ഥിക്കുന്ന എവിടെയാണെന്നറിയോ? എല്ലാ സാഹചര്യവും ദോഷമായി നിൽക്കുക, എല്ലാ സാഹചര്യവും എതിരായി നിൽക്കുകയാണ്. വലിയ അസീറിയൻ രാജാവ് സൻഹേരിബ് ഉണ്ടല്ലോ, വെല്ലുവിളിച്ച് പ്രതിസന്ധി ഉയർന്നു നിൽക്കുകയാണ്. പക്ഷെ ദൈവാലയത്തിലേക്ക് പോയി ദൈവമുഖത്തേക്ക് നോക്കി ഒറ്റ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ദൈവം ദൂതനെ ഇറക്കി. 1,85,000 പേരെ വെട്ടി നിരത്തി. നിനക്കെതിരെ ഉണ്ടാകുന്ന ഏത് വെല്ലുവിളിയുടെ നടുവിലും ദൈവമുഖത്തേക്കൊന്ന് നോക്കി പ്രാർത്ഥിച്ചാൽ നീ ബലഹീനനായിരിക്കാം, പക്ഷെ ബലവാനായ ദൈവം തന്റെ ദൂതനെ ഇറക്കി നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നീ ബലഹീനനാ, നിന്റെ ചുറ്റുവട്ടത്ത് നീ ബലഹീനനാ, നിന്നോട് എതിർക്കുന്ന ശത്രുക്കളുടെ മുമ്പിൽ നീ ശിശുവാ, നിനക്കൊന്നുമില്ല, നീ ബലഹീനനാ. പക്ഷേ നിന്റെ ദൈവം വലിയവനാ കേട്ടോ, നിന്റെ ദൈവം സർവശക്തനാ. നീ ദൈവമുഖത്തേക്ക് നോക്കിയാൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തില് ശലോമോൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആലയത്തിലേക്ക് വന്ന് ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചു. 8-ാം അധ്യായം അതിൻ്റെ 22 തൊട്ടുള്ള വാക്യമാണ്. അത് നീണ്ട പ്രാർത്ഥന, 53-ാം വാക്യം വരെ നീണ്ട പ്രാർത്ഥനയാണ് ശലോമോന്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ ദൈവം ഭാവിയിൽ ഇസ്രായേൽ ജനത്തിന് എന്ത് കഷ്ടത വന്നാലും ഈ മന്ദിരത്തിലേക്ക് നോക്കി ഒന്ന് പ്രാർത്ഥിച്ച ദൈവമേ നീ കേട്ട് ഉത്തരം വരണം. ദൈവം ഈ മന്ദിരം എന്ന് പറഞ്ഞാൽ ദൈവമുഖത്തേക്ക് നോക്കുക എന്ന് അതിൻ്റെ അർത്ഥം. ഒന്ന് നോക്കിയേ പ്രാർത്ഥിച്ച ദൈവമേ നീ ഒരു മറുപടി കൊടുക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച ആരാ? കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രസംഗത്തിൽ നമ്മൾ പറഞ്ഞു, മന്ദിരത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ച ആള് ദാനിയേൽ ഇല്ലേ? ദാനിയേൽ എന്ത് ചെയ്തു? യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ട് മന്ദിരത്തിലേക്ക് നോക്കി ഒറ്റ പ്രാർത്ഥന. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എഴുതിയ രേഖകൾ വഴിമാറി. സിംഹത്തിന്റെ വായെ ദൈവം അടച്ചു. ഇന്ന് പകൽ ആത്മാവ് ചിലരോട് പറയുക, നീ ദൈവമുഖത്തേക്ക് നോക്കി ഒന്ന് പ്രാർത്ഥിക്ക്. മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയാൽ നീ ലജ്ജിച്ചു പോകും. ദൈവ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ച ചില രേഖകളെ ദൈവം മാറ്റും. ചില സിംഹത്തിന്റെ വായെ അടയ്ക്കുന്നത് പോലെ നിനക്കെതിരെ തുറക്കുന്ന ചില വായെ ദൈവം അടച്ചിരിക്കും. സ്തോത്രം. 3-ാമത് പ്രാർത്ഥിച്ച ഒരു ഭക്തിയും കൂടെ എടുക്കുക. ഹന്ന ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടോ? 1-ാം അധ്യായം അതിന്റെ 9 തൊട്ടുള്ള വാക്യം. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ കരഞ്ഞു. മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്ന് സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കുകയും അടിയനെ ഓർക്കുകയും അവിടെ ഓർക്കുകയും അടിയനെ മറക്കാതെ പുരുഷസ്ഥാനത്ത് നൽകുകയും ചെയ്താൽ അടിയൻ അവനെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. നോക്കിക്കേ, മന്ദിരത്തിൽ വന്ന് എന്ന് പറഞ്ഞ ആലയത്തിൽ വന്ന് നൊന്ത് കരഞ്ഞു പ്രാർത്ഥിക്കുക. കാരണം വീട്ടിൽ പരിഹാസമാണ്, കാരണം പെണ്ണിനെ നിന്ദിക്കുന്നു,
നാട്ടിൽ പരിഹാസമാണ്, വന്ധ്യത കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പം വീട്ടിലും നാട്ടിലും ഒക്കെ പരിഹാസമാണ്. ഭർത്താവ് എത്ര അനുകൂലമാണെങ്കിലും ചില സാഹചര്യത്തിൽ പരിഹാസം താങ്ങാൻ പറ്റാതെ വരും, നിന്ദ താങ്ങാൻ പറ്റാതെ വരും. പക്ഷെ ഇവൾക്കറിയാം ഇതിന് പരിഹാരം ദൈവമുഖമാണ്. ദൈവമുഖത്ത് നോക്കി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ദൈവം അവളുടെ സ്ഥിതിക്ക് മാറ്റം വന്നു. പിന്നെ അവളുടെ മുഖം വാടിയില്ല. കാരണം എന്താണെന്നറിയോ? അവളുടെ മുഖത്തെ വാട്ടം മാറ്റിയത് ദൈവമാണ്. നിന്റെ മുഖം ഇന്ന് വാടിയാണോ ഇരിക്കുന്നത്? നിന്റെ മുഖത്തിന്റെ വാട്ടം മാറ്റാൻ കഴിവുള്ള ദൈവത്തിന്റെ മുഖം. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ശരിക്കും ദൈവമുഖം കണ്ടാൽ പിന്നെ നിങ്ങളുടെ മുഖം വാടത്തില്ല. കാരണം നമ്മുടെ ദൈവം മുഖത്തെ മ്ലാനത മാറ്റുന്ന ദൈവമാണ്. സ്തോത്രം. ഇനി കുറേ പേരുണ്ട് കേട്ടോ ബൈബിൾ വീക്ഷണത്തിൽ. ഞാൻ ഒരു 10 പേരെ നീണ്ട ലിസ്റ്റായിട്ട് വേണേൽ എടുത്ത് പഠിക്കാം. ഹാഗാറിൻ്റെ പ്രാർത്ഥന, ഹാഗാറിൻ്റെ കുഞ്ഞിൻ്റെ പ്രാർത്ഥന, ഇവരെല്ലാം ദൈവത്തെ നോക്കി പ്രാർത്ഥിച്ചെന്ന കരഞ്ഞു, മരുഭൂമിയിൽ കരഞ്ഞു, ദൈവം പ്രവർത്തിച്ചു. അബ്രാഹാമിൻ്റെ പ്രാർത്ഥന എല്ലാം ദൈവമുഖത്തേക്ക് നോക്കിയുള്ള പ്രാർത്ഥനയാണ്. സഭയിലുള്ള ദൈവമക്കളോട് പറയാം, ഇവിടെ യോന പാതാളത്തിൽ പോയെന്ന, ആഴത്തിൽ പോയെന്ന, ഒരിക്കലും കയറി പറ്റാത്ത സാഹചര്യമാണ്. പക്ഷെ അവനറിയാം ഒരിക്കലും കയറി വരാൻ പറ്റത്തില്ലെന്ന് എൻ്റെ ചിന്തയാണ്. പക്ഷെ ഏത് സാഹചര്യത്തിലും വലങ്കൈ നീട്ടി എന്നെ കയറ്റിക്കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട്. ഇന്ന് ദൈവം നിങ്ങളോട് ഇടപെടുക. ഒന്ന് നോക്കി പ്രാർത്ഥിക്കാവോ? അവൻ്റെ കൃപ വലുതാണ്, അവൻ്റെ ദയ വലുതാണ്, അവൻ്റെ കരുണ വലുതാണ്. അവൻ എഴുന്നേൽപ്പിച്ചാൽ ആർക്കും നിങ്ങളെ പുറത്തു കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലും നിങ്ങൾ പുറത്തു വന്നിരിക്കും. സ്തോത്രം. പുറത്തു വരും. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. നിങ്ങൾ കയറി വരും, കയറി വരും. അവസ്ഥകൾക്ക് മാറ്റം ഉണ്ടാകും. 2026 ഒരു എഴുന്നേൽപ്പിന്റെ വർഷമാകട്ടെ. 2026 മാർച്ച് മാസം നിന്റെ എഴുന്നേൽപ്പിന്റെ മാസമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ചിലര് കാണെ നിന്റെ മുഖത്തെ ദൈവം ആദരിക്കട്ടെ. കരം തട്ടി 50 നിമിഷം ദൈവത്തെ സ്തുതിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ നിയോഗത്തിലേക്ക് ദൈവം മടക്കി വരുത്തട്ടെ. പഴയ ശുശ്രൂഷയിലേക്ക് മടക്കി വരുത്തട്ടെ. പ്രവചനാത്മാവിൽ ഉപയോഗിക്കട്ടെ. ആമേൻ. രാജ്യങ്ങളുടെ ശുശ്രൂഷകനായി ദൈവം ഉപയോഗിക്കട്ടെ. രാജ്യങ്ങളുടെ പ്രവാചകനായി ഉപയോഗിക്കട്ടെ. നിന്റെ ഓരോ പ്രസംഗവും അനേകരുടെ മാനസാന്തരത്തിന് ഉതകട്ടെ. നിന്നെ ദൈവം ശക്തമായി കരത്തിലെടുക്കട്ടെ. ഒറ്റ പ്രാർത്ഥന, ഒറ്റ നിലവിളി. കൃപ ചെയ്യുവോ. സ്തോത്രം. പ്രാർത്ഥന സ്ഥിതിയെ മാറ്റും കേട്ടോ. എബേസിന്റെ പ്രാർത്ഥന സ്ഥിതിയെ മാറ്റിയതുപോലെ, മിസ്രൈമിലെ ജനത്തിന്റെ നിലവിളി അവരുടെ സ്ഥിതിയെ മാറ്റിയതുപോലെ നിന്റെ ശരിക്കുമുള്ള പ്രാർത്ഥന നിന്റെ സ്ഥിതിയെ മാറ്റി എഴുതിയിരിക്കും. ഹല്ലേലൂയ.